നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ ആശങ്കയേറുകയാണ്. ദയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടികൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല. ശിക്ഷ പെട്ടെന്ന് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ ബന്ധുക്കൾ നൽകിയ അപേക്ഷയിൽ യമൻ സുപ്രീം കോടതി നടപടി വേഗത്തിലാക്കി കഴിഞ്ഞു. അതിനാൽ മോചനത്തിനായുള്ള ബ്ലഡ് മണി ഉടൻ നൽകിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രീതിയിലേക്കാണ് പോകുന്നത്. നടപടി വേഗത്തിലാക്കാൻ നേരത്തെ തന്നെ യമൻ ക്രിമിനൽ പ്രോസിക്യൂഷൻ മേധാവി നിർദ്ദേശം നൽകിയിരുന്നതാണ്. കോടതി വിധി, ദയാധനം, അപേക്ഷ തുടങ്ങിയ വിവിധ രേഖകൾ സുപ്രീം കോടതിയിൽ നൽകാനായിരുന്നു ഈ നിർദ്ദേശം. തന്റെ മകളുടെ മോചനത്തിനായി എല്ലാ വാതിലുകളും മുട്ടി കാത്തിരിക്കുകയാണെന്നാണ് നിമിഷപ്രിയയുടെ അമ്മ പറയുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ഈസ്റ്റർ ദിനത്തിൽ യമനിലെ ജയിലിൽ നിന്നും മകൾ തന്നെ വിളിച്ചെന്നും പ്രേമകുമാരി പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും 50 ദശലക്ഷം യമൻ റിയാൽ, അതായത് ഏകദേശം 1.5 കോടി രൂപ ദയാധനം നൽകേണ്ടി വരുമെന്നും യമൻ ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് സഹായധനം നൽകി വധശിക്ഷയിൽ നിന്ന് ഇളവ് നേടാനുള്ള ശ്രമം മാത്രമാണ് ഇനി മുന്നിലുള്ള ഏക പോംവഴി. ഇതിനായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രത്യേക ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ശ്രമം നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇടപെടൽ വേഗത്തിലായില്ലെങ്കിൽ യമൻ കോടതി വധശിക്ഷ ഉടൻ നടപ്പാക്കുമെന്നാണ് ആശങ്ക. നിമിഷപ്രിയയുടെ മോചനത്തിനായി ആക്ഷൻ കൗൺസിൽ രാജ്യാന്തര തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാരും നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ടിരുന്നു. എന്നാൽ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ തയ്യാറാകാതെ വന്നതോടെയാണ് അനുരഞ്ജന ശ്രമങ്ങൾ നിർജീവമായത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി വ്യവസായി MA യൂസഫ് അലി അടക്കം ഇടപെട്ടിരുന്നു. എന്നിട്ടും ഇനിയും നിമിഷയുടെ മോചനത്തിൽ കാര്യമായ ഒരു തീരുമാനവുമായിട്ടില്ല. 2017 ജൂലൈ 25-നായിരുന്നു ഈ കൊലപാതകം നടന്നത്. പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയ യമൻകാരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തി വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചെന്നാണ് കേസ്. തലാലിനൊപ്പം യമനിൽ ഒരു ക്ലിനിക് നടത്തുകയായിരുന്നു നിമിഷപ്രിയ. എന്നാൽ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ തലാൽ നിമിഷപ്രിയയ്ക്ക് സഹായ വാഗ്ദാനം നൽകിയെന്നും ഇതിന്റെ മറവിൽ നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചുവെച്ച് ഭാര്യയാക്കി വെക്കുകയായിരുന്നുവെന്നുമാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ പറയുന്നത്. ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന മറ്റ് 2 പേരുടെ നിർദ്ദേശപ്രകാരം അമിത അളവിൽ മരുന്ന് കുത്തിവെക്കുകയും ഇത് മരണത്തിന് ഇടയാക്കുകയും ചെയ്തെന്നുമാണ് അഭിഭാഷകൻ വാദിക്കുന്നത്. നിമിഷപ്രിയയും യമൻ സ്വദേശിയായ സഹപ്രവർത്തക ഹനാനും ചേർന്ന് തലാലിനെ കൊലപ്പെടുത്തുകയും മൃതദേഹം വാട്ടർ ടാങ്കിനുള്ളിൽ ഒളിപ്പിക്കുകയും ചെയ്തെന്നാണ് കേസിലെ രേഖകൾ വ്യക്തമാക്കുന്നത്. യമൻകാരിയായ സഹപ്രവർത്തക ഹനാനും കേസിൽ വിചാരണ നേരിടുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.